കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഇന്ത്യ മുന്നണി യോഗത്തിന് ശേഷം ബ്രിട്ടാസ് പറഞ്ഞത് ഇങ്ങനെയാണ്. ഈ യോഗത്തിൻ്റെ അവസാനം രാഹുൽ ഗാന്ധി നടത്തിയ പ്രതിപാദനങ്ങളൊക്കെ വളരെ സ്വാഗതാർഹമായ പ്രതിപാദനങ്ങളാണ്. അദ്ദേഹം തൻ്റെ പ്രതികരണം ആരംഭിച്ചത് തന്നെ എല്ലാ വിമർശനങ്ങളെയും ഞാൻ ഉൾക്കൊള്ളുന്നു, ഒരു പുഞ്ചിരിയോടെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തുടങ്ങിയത്. മാത്രമല്ല, ഇനി എങ്ങനെ നമുക്ക് മുമ്പോട്ട് പോകാം, അത് വളരെ സർഗാത്മകമായിട്ടുള്ള ഒരു സമീപനം ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാകണമെന്നുള്ള ഒരഭിപ്രായം പൊതുവെ ഉരുത്തിരിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് 5 പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഇന്ന് യോഗം കൈക്കൊണ്ടത്. പക്ഷെ രാഹുൽ ശരിക്കും എന്താണ് അവിടെ പറഞ്ഞത്? ദാ കണ്ടു നോക്കൂ. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഷ്ട്രീയ എതിരാളി എന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പിണറായിയെ തനിക്ക് ആലിംഗനം ചെയ്യാനാകില്ലെന്നും രാഹുൽ. കേരളത്തിൽ CPM-ഉം കോൺഗ്രസും രാഷ്ട്രീയ പോരാട്ടം തുടരും. We have our fights. But if you are asking me to go and hug the ex-Chief Minister of Kerala, I cannot and I will not, because I have an ongoing political fight with him. So we have to be flexible and we have to realize that there is a full-scale assault on us, trying to prove that the opposition is weak, is disorganized. ഇത് കേട്ട ശേഷമാണ് രാഹുൽ പ്രതിപാദിച്ചത് സ്വാഗതാർഹം എന്ന് ബ്രിട്ടാസ് പറഞ്ഞത്. ഇനി ബ്രിട്ടാസ് ഇന്നെന്താണ് പറഞ്ഞത് എന്നും കൂടി കണ്ടു നോക്കൂ. ഇന്ത്യ ബ്ലോക്ക് യോഗത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നു. 3 മണിക്കൂർ ദൈർഘ്യമുള്ളൊരു യോഗമായിരുന്നു. ആ 3 മണിക്കൂർ ദൈർഘ്യമുള്ള ചർച്ചകൾ, അതിൻ്റെ 9 മിനിറ്റ് മാത്രമാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ 5% ചർച്ച മാത്രമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. 95% ചർച്ചകൾ ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല. ആ 95% ചർച്ചകളോട് പ്രതികരിച്ചുകൊണ്ടായിരിക്കണം രാഹുൽ ഗാന്ധി തൻ്റെ അവസാനത്തെ സമാപന പരാമർശങ്ങൾ നടത്തിയത്. പക്ഷേ എന്താണെന്നറിയില്ല, ഈ സമാപന പരാമർശങ്ങളിൽ തന്നെ അന്തർലീനമായിട്ടുള്ള ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ആദ്യം പറയുന്നു, നമുക്കിടയിലുള്ള സംഘർഷം അവസാനിപ്പിക്കണം, നമുക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ മനോഭാവം മാറ്റണം, നമ്മൾ യോജിപ്പിലേക്ക് പോകണം എന്ന് അദ്ദേഹം പറയുന്നു. അവസാനം അദ്ദേഹം പറയുന്നു, കേരളത്തിൽ ഇടതുപക്ഷവുമായിട്ടുള്ള പോരാട്ടം തുടരും, എനിക്കങ്ങനെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ ആശ്ലേഷിക്കാൻ പറ്റുമോ, ആലിംഗനം ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞതായിട്ട് വരുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രതിപാദനത്തിലെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഭരണകൂടത്തിൻ്റെ യാതൊരു പിൻബലവും ഇല്ലാത്തൊരു പാർട്ടി ഞങ്ങളുടെ പാർട്ടിയാണ്, അതായത് കോൺഗ്രസ് പാർട്ടിയാണ്. അപ്പം ഞങ്ങളുടെ പാർട്ടിയെ വ്യത്യസ്തമായി കാണണമെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ യോഗത്തിൽ പങ്കെടുത്ത ആളാണ്, ചർച്ചയിൽ പങ്കെടുത്ത ആളാണ്. യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയെ ആരോ കബളിപ്പിച്ച പോലെയാണ് അദ്ദേഹത്തിൻ്റെ ഈ പരാമർശങ്ങൾ.